നമസ്തേ, മെൻ്റർ പ്രേംലാലിലേക്ക് സ്വാഗതം. ഒപ്പം നന്ദി, നിങ്ങളുടെ പ്രോത്സാഹനത്തിന്, സ്നേഹത്തിന്, പ്രചോദനത്തിന് ഒക്കെ നന്ദി. നമുക്ക് ഇന്ന് അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. ധനവാനാവണം അല്ലേ? നമ്മളുടെ ചാനലിൻ്റെ പർപ്പസ് തന്നെ അതാണ്. വരുന്ന എഡിഷനുകളിൽ ഞാൻ ഈ ഫിനാൻഷ്യൽ പ്ലാനിങ് എങ്ങനെയെന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ ഉത്തരങ്ങൾ തരാം. എന്നാൽ അവിടെയൊക്കെ ഒരു കാര്യം നമ്മളൊന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ധനവാനാവാൻ നമുക്ക് ആഗ്രഹമാണല്ലേ, പലർക്കും ആഗ്രഹം ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ചാനലിൽ തന്നെ 4-5 കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരുണ്ടാവും. അതിദരിദ്രരായിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഇപ്പോഴത്തെ അവസ്ഥയാണ് ഞാൻ അറിയുന്നത് കേട്ടോ. അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് ജീവിച്ചു പോകുന്ന അവസ്ഥയിലുള്ളവരുണ്ടാവും, ഇടത്തരക്കാരുണ്ടാവും, സമ്പന്നരായ ആൾക്കാരുണ്ടാവും, ഇമ്മൻസിവലി റിച്ചായ ആൾക്കാരുണ്ടാവും. ഈ 5 കാറ്റഗറിയാണ് നമ്മൾ ഓരോരുത്തരും പെടുക. അപ്പോൾ ഇതിൽ റിച്ച്നെസ് ഓൾറെഡി ആസ്വദിക്കുന്ന കുറേ പേരുണ്ടാവും. അതേപോലെ ഒരാളുടെ കഥ ഞാൻ പറയാം. ഒരാൾ അമേരിക്കയിൽ, അദ്ദേഹം ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള ഹോട്ടലിലാണ് അദ്ദേഹം വരിക. അപ്പോൾ ആ ഹോട്ടലിൽ ഇദ്ദേഹം എത്തിക്കഴിയുമ്പോൾ ഇദ്ദേഹം സ്ഥിരം ചെയ്യുന്ന കുറേ പരിപാടികളുണ്ട്. ഇദ്ദേഹത്തിൻ്റെ എപ്പോഴും ഒരു കെട്ട് നോട്ടുണ്ടാവും. അമേരിക്കയിലാകുമ്പോൾ ഡോളറിൻ്റെ ആണല്ലോ, ഡോളറിൻ്റെ വലിയ കെട്ടുണ്ടാവും. ഈ കെട്ട് അദ്ദേഹം കയ്യിൽ പിടിച്ചേക്കും. എന്നിട്ട് ഈ രൂപയെക്കുറിച്ച് ഒരു പൊങ്ങച്ചം പറയുക, അത് കാണേണ്ടവരെ അല്ലാത്തവരെയൊക്കെ കാണിക്കുക. ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു നേച്ചർ കേട്ടോ. ഇദ്ദേഹം സമ്പന്നനാണല്ലോ. ഇദ്ദേഹം ഒരുക്കം ചെയ്ത പണി എന്ന് പറയുന്നത്, വലിയ കുറേ കെട്ടുമായിട്ട് വന്നിട്ട് കൂടെയുള്ള ഒരാളോട് പറഞ്ഞു, നീ പോയിട്ട് കുറച്ച് ഗോൾഡ് കോയിൻ മേടിച്ചിട്ട് വാ, ജ്വല്ലറി പോയിട്ട് കുറേ ഗോൾഡ് കോയിൻ മേടിച്ചിട്ട് വാ. അപ്പോൾ ഗോൾഡ് കോയിനുമായിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? നേരെ പസഫിക് സമുദ്രത്തിലേക്ക് പോയി. അപ്പോൾ തിരകളിങ്ങ് വരുമ്പോൾ നമ്മൾ ഈ കുഞ്ഞുനാളിലെ കല്ലെടുത്തിട്ട് കുളത്തിലിങ്ങനെ തെറ്റിച്ച് കളിക്കില്ലേ? കല്ലിങ്ങനെ 2-3 തവണ ഇങ്ങനെ തെറ്റി അക്കരെ പോകുന്ന ഒരു കളി നമ്മൾ കളിക്കാറുണ്ടല്ലോ. അതേപോലൊരു കളി ഇവർ ഈ ഗോൾഡ് കോയിൻ കൊണ്ട് കളിച്ചു. തിരിയുടെ മുകളിലൂടെ ഈ സ്വർണ്ണത്തെ ഇങ്ങനെ തെറ്റിച്ചെറിഞ്ഞു. എന്നിട്ട് പിന്നെ തർക്കമാണ്, ആരാണ് ഏറ്റവും കൂടുതൽ വിട്ടത്, നീയാണോ ഞാനാണോ? നിങ്ങൾ ഇതിൻ്റെയൊക്കെ ഒരു ഭാവന ദൃശ്യം നിങ്ങൾ കാണണം കേട്ടോ. വേറൊരു അവസരത്തിൽ ഇതേ ഹോട്ടലിൽ ഇദ്ദേഹം ഒരു ചെറിയ ഫ്ലവർ പോട്ട് പൊട്ടിച്ചു. അപ്പോൾ മാനേജർ ഒന്നിച്ചും പറഞ്ഞു, സാർ ഇതിന് $500 വിലയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ $5000 എടുത്തു കൊടുത്തിട്ട് ഇയാൾ പറഞ്ഞു, മേലാൽ എൻ്റെ അടുക്കൽ ഇങ്ങനത്തെ കാര്യങ്ങളുമായിട്ട് വരരുത്, ചെറിയ ചെറിയ കാര്യങ്ങളുമായിട്ട് എന്നെ ബുദ്ധിമുട്ടിക്കാൻ വരരുത്, നിനക്ക് പണമല്ലേ വേണ്ടത്, ദാ പിടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഇയാൾ എറിഞ്ഞു കൊടുത്തു. ഇതൊരു പണത്തിൻ്റെ പെരുമാറ്റമല്ലേ, ഇയാളുടെ പെരുമാറ്റമല്ലേ? അതല്ലേ? ഈ പെരുമാറ്റത്തെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? ഇനി ഇങ്ങനെ പെരുമാറുന്ന ആളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായം. ശരിയാണ്, നിങ്ങളുടെ അഭിപ്രായം അതേപോലെ സംഭവിച്ചു. ഇദ്ദേഹം കുറേ നാൾ കഴിഞ്ഞപ്പോൾ പാപ്പരായിപ്പോയി. അപ്പോൾ പണമുണ്ടാക്കുന്നതിലെ മിടുക്ക് പണത്തെ മെയിൻറ്റെയിൻ ചെയ്യാൻ കാണിച്ചില്ലെങ്കിൽ പാപ്പരായി പോകും. പെരുമാറ്റത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഈ കഥ ഞാൻ എടുത്തത് പണത്തിൻ്റെ മനഃശാസ്ത്രം, ദ സൈക്കോളജി ഓഫ് മണി എന്ന പുസ്തകത്തിൽ നിന്നാണ്. അതേ ചാപ്റ്ററിൽ തന്നെ വേറെ 2 പേരുടെ കാര്യം പറയുന്നുണ്ട്. റൊണാൾഡ് റീഡ്, വളരെ പാവപ്പെട്ട സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരാൾ. ആ കുടുംബത്തിൽ ആദ്യമായിട്ട് ഹൈസ്കൂൾ വിദ്യാഭ്യാസം നേടിയ ആൾ. ആ സ്കൂളിലേക്ക് അദ്ദേഹം പോകുന്നതൊക്കെ മറ്റു വണ്ടികൾക്ക് കൈ കാണിച്ച് ലിഫ്റ്റൊക്കെ അടിച്ചിട്ടാണ് അദ്ദേഹം കുഞ്ഞുനാളിലെ സ്കൂളിലേക്ക് പോയിരുന്നത്. അദ്ദേഹം പഠനമൊക്കെ കഴിഞ്ഞ് 10-20 വർഷം തൂപ്പുകാരനായിട്ട് ജോലി ചെയ്തു. 10-17 വർഷം വണ്ടി നന്നാക്കുന്ന, റിപ്പയറൊക്കെ ചെയ്യുന്ന ഒരാളായിട്ട് ജോലി ചെയ്തു. അയാളുടെ സുഹൃത്തുക്കൾ പറയുന്ന അയാൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജോലി വിറക് വെട്ട് ആണ് എന്നുള്ളതാണ്. അദ്ദേഹം ഒരു സാധാരണ വീട് വിലയ്ക്ക് വാങ്ങി. അതിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയോടൊപ്പം താമസിച്ചു. മക്കളുണ്ടായിരുന്നില്ല. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഭാര്യ മരിച്ചു. ഇദ്ദേഹം 2 വളർത്തുപുത്രന്മാർ ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. മരിച്ച ശേഷം ഇദ്ദേഹം വേറെ കല്യാണമൊന്നും കഴിച്ചില്ല. ഇദ്ദേഹം 92-ാമത്തെ വയസ്സിൽ 2014 ഇദ്ദേഹം മരിക്കുന്നത്. എന്നാൽ രസമെന്ന് പറയുന്നത്, ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പ്രശസ്തനായി. എങ്ങനെ അദ്ദേഹം പ്രശസ്തനായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ വർഷം 2014 അമേരിക്കയിൽ 28 ലക്ഷത്തിലധികം ആൾക്കാർ മരിച്ചിരുന്നു. ആ 28 ലക്ഷം ആൾക്കാർ മരിച്ചതിൽ 4000 പേരാണ് $8 മില്യൺ കൂടുതൽ ആസ്തി ഉണ്ടായിരുന്നവർ. അതിൽ ഇദ്ദേഹത്തിൻ്റെ മരണശേഷം ഇദ്ദേഹത്തിൻ്റെ വിൽപത്രം വായിച്ചപ്പോൾ ലോകം ഞെട്ടിപ്പോയി. കാരണം അതിലൊരാൾ ഇദ്ദേഹമായിരുന്നു. $2 മില്യൺ അദ്ദേഹത്തിൻ്റെ വളർത്തുമക്കൾക്കായിട്ട് കൊടുത്തു.
$6 മില്യൺ അദ്ദേഹം വായനശാലയ്ക്കും ഹോസ്പിറ്റലും ഒക്കെ ആയിട്ട് കൊടുത്തു. അപ്പോൾ ഒരു വിറവ് കെട്ടുകാരൻ കോടീശ്വരന്മാർ ചെയ്യുന്നത് പോലത്തെ ഒരു ദാനധർമ്മം ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്ത ഇദ്ദേഹത്തെ പ്രശസ്തനാക്കി. അതേ ചാപ്റ്റർ തന്നെ ഒരു റിച്ചാർഡിൻ്റെ കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം നമ്മൾ ഇന്നത്തെ വൈഫൈ റൂട്ടറിൻ്റെ ഒരു പ്രധാന ഭാഗം കണ്ടെത്തിയിട്ട് അതിന് പേറ്റൻ്റ് എടുത്ത് അതിലൂടെ കോടീശ്വരനായി. അത് മാത്രമല്ല പല കമ്പനികളും അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു, വിജയിപ്പിച്ചു, എന്നിട്ട് അത് വിറ്റു. ഇങ്ങനെ ധാരാളം പണമുണ്ടായിരുന്ന ഇദ്ദേഹം അദ്ദേഹം എങ്ങനെയാണ് ജീവിച്ചത് നിങ്ങൾ കണ്ടു, ആ പിക്ചർ കണ്ടു അല്ലേ? അദ്ദേഹം എന്തൊക്കെ ആയില്ലയോ അതൊക്കെ ആയി സമ്പത്ത് ആസ്വദിച്ച് ഒക്കെ ജീവിച്ചിരുന്ന ഒരാൾ. അദ്ദേഹം ഒരു വീട് പുതുക്കിപ്പണിയാണ്. ആ വീടിൻ്റെ വലിപ്പം തന്നെ 18,000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള, 11 ബാത്റൂമുള്ള, 2 ലിഫ്റ്റുള്ള ഒരു വീട് ഇദ്ദേഹം, എനിക്ക് തോന്നുന്നത് മാസം ഏകദേശം ആ വീട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇദ്ദേഹം $90,000 ഇന്ത്യൻ റുപ്പി കണക്കാക്കിയാൽ 9872 ഏകദേശം 72 ലക്ഷം രൂപ ഒരു മാസം ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു. അത്രയേറെ ബാല്യക്കാരുണ്ടായിരുന്നു, കുളിക്കാനുള്ള പോണ്ടുകളുണ്ടായിരുന്നു, 7 കാർ ഷെഡുകളുണ്ടായിരുന്നു. എന്നാൽ 2008 മാന്ദ്യം വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ ബിസിനസ്സും പൊട്ടി, ഇൻകം ഫ്ലോ നിലച്ചു, അദ്ദേഹത്തിന് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ പാപ്പരായി കടം വാങ്ങാൻ തുടങ്ങി. അവസാനം കോടതിയിലെത്തി ഇദ്ദേഹത്തെ പാപ്പരായിട്ട് പ്രഖ്യാപിച്ചു. നമുക്ക് നമ്മുടെ മുമ്പിൽ 2 ഉദാഹരണങ്ങളുണ്ട് അല്ലേ? 2 അല്ല 3 ഉദാഹരണങ്ങളുണ്ട്. അതിൽ 2 പേർ പണക്കാരായിരുന്നു, പക്ഷേ അവരുടെ സ്വഭാവം, അവരുടെ പെരുമാറ്റം അവരെ പാപ്പരാക്കി. ഒരാൾ തീരെ പാവപ്പെട്ടവനായിരുന്നു, പക്ഷേ അയാളുടെ പെരുമാറ്റം അയാളെ പണക്കാരനാക്കി. ഇവരുടെ 2 പേരുടെ ജീവിതത്തിൽ നിന്നും പഠിക്കേണ്ടതും പഠിക്കേണ്ടാത്തതുമായ പാഠങ്ങളുണ്ട്. നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ സമ്പത്തിനെ ആസ്വദിച്ചുകൊണ്ട് ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ് ഞാൻ ധനികനാവുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ 2 കഥകളിലും നമുക്ക് അനുകരിക്കേണ്ടതും അനുകരിക്കാൻ പാടില്ലാത്തതുമായ സംഗതികളുണ്ട്. ഇനി നമ്മൾ ഓരോരുത്തരും ഈ കണ്ണാടിയെടുത്ത് നമ്മുടെ നേരെ പിടിക്കുക. ധനത്തിൻ്റെ കാര്യത്തിൽ എന്താണ് നമ്മുടെ പെരുമാറ്റം? ഒരു സംഭവം അറിയാം, നമുക്കൊരു സത്യം മനസ്സിലായിക്കോളൂ കേട്ടോ. ഇപ്പോൾ അക്കാദമിക്സിൽ നമ്മൾ മോശമാണെന്ന് കരുതുക. നമുക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS പാസ്സായി MD എടുത്ത് ഒരു ഹാർട്ട് സർജൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഒരു സാധാരണക്കാരൻ ചെയ്തു എന്ന് പറഞ്ഞ് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അവകാശപ്പെടാൻ പറ്റില്ല. കാരണം അയാളെ കൊണ്ട് പറ്റില്ല. അല്ലെങ്കിൽ ഒരു വളരെ സ്കിൽഫുള്ളായിട്ടൊരു എഞ്ചിനീയർ, അയാൾ എഞ്ചിനീയറിംഗ് പാസ്സായിട്ട് ഡിസൈൻ ചെയ്യുന്ന ഒരു വീട് ഡിസൈൻ ചെയ്യാൻ, ടെക്നിക്കലി പെർഫെക്റ്റായി ഡിസൈൻ ചെയ്യാൻ ചിലപ്പോൾ ഒരു തൂപ്പുകാരന് പറ്റില്ല. പക്ഷേ ഏതൊരാൾക്കും ഈ മേഖലയിലെ ഏതൊരാളെയും പോലും എത്താവുന്ന ഒരു മേഖലയാണ് ഫിനാൻസിൻ്റെ മേഖല. അവിടെ നിങ്ങളുടെ നൈപുണ്യത്തിന് പ്രാധാന്യമുണ്ട്, പക്ഷേ പെരുമാറ്റത്തിന് പ്രാധാന്യമുണ്ട്, പങ്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മേഖലയിലെ പ്രൊഫഷണലോട് എത്താൻ പറ്റിയില്ലെങ്കിലും സാമ്പത്തിക മേഖലയിൽ നിങ്ങൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മേഖലയിൽ എത്താൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഈ യാത്ര പുറപ്പെടുമ്പോൾ നിങ്ങൾ ഈ കണ്ണാടി സ്വയം തിരിച്ച് നോക്കിയിട്ട് ചോദിക്കണം, എന്താണ് സമ്പത്ത് കൈകാര്യം ചെയ്യുന്നതിലെ എൻ്റെ പെരുമാറ്റ രീതി? നിങ്ങൾക്കൊരു മാളിൽ കയറി ചെല്ലുമ്പോൾ അവിടെയുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് കൂട്ടണമെന്ന് ആഗ്രഹം തോന്നാറുണ്ടോ? അതോ ഇനി നിങ്ങൾ എവിടെ കയറി ചെന്നാലും 5 പൈസ പോലും ചിലവാക്കാതെ പിശുക്കി പോകുന്ന ആളാണോ? അതോ ആവശ്യവും അനാവശ്യവും തിരിച്ചറിഞ്ഞ് വാങ്ങിക്കാനുള്ള ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടോ? ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോക്കണം. അപ്പോൾ ഇന്നത്തെ വിഷയം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ധനത്തിൻ്റെ നിങ്ങളുടെ പെരുമാറ്റ രീതി എങ്ങനെയാണ് എന്ന് അനലൈസ് ചെയ്ത് ആവശ്യമായ ഗുണപരമായ മാറ്റങ്ങൾ വരുത്താനുള്ള ഒരു തയ്യാറെടുപ്പോടു കൂടി വേണം നിങ്ങൾ അടുത്ത എപ്പിസോഡ് സന്ദർശിക്കാൻ വരാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു മേഖലയാണ് ഇത്. ധനത്തിൻ്റെ പെരുമാറ്റ രീതി വലിയ പ്രാധാന്യമുണ്ട്. സ്വയം തിരിഞ്ഞു നോക്കുക, എന്നിട്ട് അനലൈസ് ചെയ്യുക.
നമുക്ക് മെഷർ ചെയ്യാത്ത ഒന്നിനെയും അളക്കാത്ത ഒന്നിനെയും പെരുപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കുറേ പൈസ ഉണ്ടാക്കി അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലോ? അത് കൈകാര്യം ചെയ്യുന്നൊരു സെഗ്മെൻറ്റാണ് ഫിനാൻഷ്യൽ പ്ലാനിങ്. ആ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെ കുറിച്ചൊരു ബ്യൂട്ടിഫുള്ളായ സെഷൻ ഞാൻ അടുത്ത ആഴ്ച നിങ്ങൾക്ക് വേണ്ടി എടുത്തു തരാം. അതിനു മുമ്പായിട്ട് ഈ കണ്ണാടി തിരിച്ചു പിടിച്ച് നിങ്ങളുടെ ധനത്തിൻ്റെ പെരുമാറ്റ രീതിയെക്കുറിച്ചുള്ളൊരു അവബോധം സൃഷ്ടിച്ചിട്ട് വേണം നിങ്ങൾ അടുത്ത എഡിഷൻ കാണാനായി വരാനായിട്ട്. സ്റ്റേ ട്യൂൺഡ് വിത്ത് മെൻറ്റർ പ്രേംലാൽ. ഈ ആശയങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു 10 പേരെ സഹായിക്കാമോ? നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു 10 പേരിലേക്ക് നമ്മുടെ ഈ ചാനൽ നിങ്ങളൊന്ന് സ്പ്രെഡ് ചെയ്യണം. നോക്കൂ, നമ്മുടെ ചാനൽ പ്രൊമോട്ട് ചെയ്യാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ചാനൽ, ഇതിൻ്റെ ആശയങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഗുണപരമാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം. നമ്മൾ നന്നാവുമ്പോൾ, നമ്മൾ ആ നന്മയുടെ പ്രോസസ്സിലേക്ക് കടക്കുമ്പോൾ, നമ്മൾ ഈ സമ്പത്തിൻ്റെ പാതയിലേക്ക് കടക്കുമ്പോൾ, നിങ്ങളുടെ എത്രയോ പേരുണ്ടാവും നിങ്ങളോട് പൈസ കടം ചോദിക്കുന്നവർ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നവർ. നിയമങ്ങൾ എല്ലാവർക്കും ഒന്നാണ്, ശാസ്ത്രമെല്ലാം ഒന്നാണ്, സയൻസ് എല്ലാം ഒന്നാണ്. സയൻസ്, പണത്തിൻ്റെ സയൻസ് ഒന്നാണ്. അപ്പോൾ ഈ സയൻസ് പഠിക്കാതെ ഇവർക്കും രക്ഷാൻ പറ്റില്ല. സയൻസ് എന്താ? സയൻസിൻ്റെ അർത്ഥം എന്നറിയാമോ? സയൻസിന് എല്ലാവരും പറയുന്ന അർത്ഥം ശാസ്ത്രമെന്നാണ്. എന്നാൽ സയൻസിന് ഡിക്ഷണറിയിൽ കൊടുത്തിരിക്കുന്ന അർത്ഥമെന്ന് പറയുന്നത് അറിവ് എന്നാണ്. അറിവ്. ഈ അറിവ് സമ്പാദിക്കണം. പണത്തിൻ്റെ കാര്യത്തിൽ പണത്തെ ഉണ്ടാക്കാനുള്ള അറിവ് നമുക്ക് നോക്കൂ, നമ്മൾ സ്കൂളിൽ പഠിക്കുന്നുണ്ടല്ലേ? നല്ലവണ്ണം പഠിക്കണം, നല്ല മാർക്ക് മേടിക്കണം, നല്ല ജോലി മേടിക്കണം, നല്ലവണ്ണം സമ്പാദിക്കണം, ഇതൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. പക്ഷേ ഈ പണത്തെ കൈകാര്യം ചെയ്യാനുള്ള ആ അറിവുണ്ടല്ലോ, ആ അറിവ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് വഴിയാണ് നമ്മുടെ ഈ ചാനലൊന്ന് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത്. സോ ഒരു കമ്മിറ്റ്മെൻറ്റ് തരാമോ? നിങ്ങളുടെ 10 സുഹൃത്തുക്കളിലേക്ക് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുമെന്നുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് തരാമോ? സ്നേഹം നമുക്ക് പരസ്പരം പങ്കുവയ്ക്കാം, അറിവ് നമുക്ക് പങ്കുവയ്ക്കാം. പങ്കുവയ്ക്കുമ്പോൾ ഇരട്ടിക്കുന്ന 2 സംഭവങ്ങളാണ് സ്നേഹവും അറിവും. പണം പങ്കുവച്ചാൽ ഇരട്ടിക്കില്ല, ഒരാളുടെ കയ്യിൽ നിന്ന് തീരും, മറ്റേ കിട്ടും. പക്ഷേ ഇത് രണ്ടും നമുക്ക് പങ്കുവയ്ക്കാം. എന്നിട്ട് നല്ലൊരു ലോകം, നമ്മുടേതായ ലോകം, ആസ്വാദനത്തിൻ്റെ ലോകം, സമ്പത്തിൻ്റെ ലോകം, നമുക്ക് അവകാശപ്പെട്ട ലോകം നമുക്ക് സൃഷ്ടിക്കാം. കൂടെയുണ്ടാവുക, കൂട്ടായി ഉണ്ടാവുക, ഞങ്ങളുമുണ്ടാവും. സ്റ്റേ ട്യൂൺഡ് വിത്ത് മെൻറ്റർ പ്രേംലാൽ. താങ്ക് യു സോ മച്ച്.